റഷ്യയിൽ കുടുങ്ങിയ മലയാളി യുവാക്കൾ തിരികെ നാട്ടിലേക്ക്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രിൻസ്, ഡേവിഡ് എന്നിവർ ഭാരത നയതന്ത്ര കാര്യാലയത്തിലെത്തി. പാസ്പോർട്ട് നഷ്ടമായ ഇരുവർക്കും കേന്ദ്ര സർക്കാർ യാത്രാരേഖകളും നൽകി. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്നാലും ഇരുവർക്കും നാടണയാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി അറിയാൻ സാധിക്കുന്നു. ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരം നമുക്ക് വിനീതുമായി വാട്സപ്പിലൂടെ സംസാരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. വിനീത ഇപ്പോൾ ഉള്ളത് റഷ്യയിൽ നിന്നും 800 കിലോമീറ്റർ മാറി ഉക്രൈൻ അതിർത്തിയിലാണ്. അതോടൊപ്പം തന്നെ പ്രിൻസ് മോസ്കോ സിറ്റിയിൽ ഉണ്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടിനോന്റെ ലൊക്കേഷൻ അറിയേണ്ടതുണ്ട്. ടിനോ മോസ്കോയിൽ നിന്നും പ്രിൻസ് നിൽക്കുന്നിടത്ത് നിന്നും 5 കിലോമീറ്റർ, വിനീത നിൽക്കുന്നിടത്ത് നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഇവരെ 3 പേരെയും തിരികെ നാട്ടിലേക്ക് എത്താനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവരുടെ പാസ്പോർട്ടുകൾ അനധികൃതമായിട്ട് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവരെ തിരുവനന്തപുരത്തിൽ നിന്നും തുമ്പ സ്വദേശിയായിട്ടുള്ള ഏജന്റ് മുഖാന്തരമാണ് ഇവർ റഷ്യയിലേക്ക് പോകുന്നത്. റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്ക് എന്ന് അറിയിച്ചുകൊണ്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. 1.5 വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് PR നൽകാമെന്ന് വാഗ്ദാനം നൽകിയത്. തുടർന്ന് അവിടെ ചെന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കരാറിൽ ഒപ്പിടിക്കുന്നത്. കരാറ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി ചെയ്തു നോക്കുന്ന സമയത്താണ് അവിടുത്തെ നിർബന്ധിത പട്ടാള ജോലിക്കായി ഇവരെ എടുക്കുന്നു എന്ന് മനസ്സിലാക്കിയതും തുടർന്ന് അപകടങ്ങൾ ഉണ്ടാവുകയും നാട്ടിലേക്ക് ബന്ധപ്പെടുകയും ചെയ്താലും ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ ഏറ്റവും സന്തോഷകരമായ വാർത്ത, ഇവരെ 3 പേരെയും തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന ഏജൻസികളുടെ കയ്യിൽ കുടുങ്ങിയ പൊഴിയൂർ സ്വദേശി ഡേവിഡിനെയും ഇത്തരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവരുടെ പാസ്പോർട്ടുമായി സംബന്ധിച്ച് ഇവരെ സുരക്ഷിതമായ റഷ്യയിൽ നിന്നും സുരക്ഷിതമായി ഒരു സ്ഥലത്തേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കണ്ടെടുക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തി സന്ദർശനം നടത്തിയിരുന്നു. അതായത് അഞ്ചുതെങ്ങിലെ ഇവരുടെ പ്രിൻസിന്റെയും ടിനുവിന്റെയും അതോടൊപ്പം തന്നെ വിനീതിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു വളരെ പെട്ടെന്നുള്ള ഇടപെടൽ വേണം ഇത്തരത്തിൽ ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളും അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു റഷ്യയിൽ നിന്നുമുള്ള മോചനമൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നു എന്ന് വേണം പറയാം. ഏതായാലും 3 പേരിൽ 2 പേര് സുരക്ഷിതരാണ്. ഒരാളെ മാത്രമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇവരെ വിനീത് താമസിക്കുന്ന 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 3 പേർക്കും ഉടനെ നാട്ടിലെത്താനുള്ള നടപടികൾ പൂർത്തിയാകും. അതോടൊപ്പം തന്നെ റഷ്യയിൽ കുടുങ്ങിയ മറ്റ് 30 പേരെയും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം. ഇവർ എവിടെയൊക്കെയാണ്, ഏതൊക്കെ പട്ടാള ക്യാമ്പുകളിലാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും പുതുതായി നമുക്ക് വിനീതുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ട്. വിനീതാണ് ഏറ്റവും കൂടുതൽ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നത്. ലക്ഷ്മി, ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.